ഇന്ത്യയിൽ കേരള കായിക താരങ്ങൾ പ്രതിസന്ധിയിൽ. ടീമിൽ മതിയായ അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് വനിതാ ഹോക്കി ടീം അയോഗ്യതാ ഭീഷണിയിൽ. സെലക്ഷൻ മത്സരത്തിനായി ഛത്തീസ്ഗഡിലെത്തിയ ട്രൈബൽ താരങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബൽറാം, ഇത് എന്താണ് സംഭവം? കുട്ടികൾ അവിടെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ അവർക്ക് മത്സരമുണ്ട്. പിന്നെ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അയോഗ്യതാ ഭീഷണി? ഖേലോ ഇന്ത്യ മത്സരത്തിനായി ഛത്തീസ്ഗഡിൽ എത്തിയ കേരളത്തിൽ നിന്നുള്ള വനിതാ താരങ്ങളാണ്, ഹോക്കി താരങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇന്നലെയാണ് ഇവർ ഛത്തീസ്ഗഡിലേക്ക് ഈ മത്സരത്തിനായി, യോഗ്യതാ മത്സരത്തിനായി എത്തിച്ചേർന്നത്. ആദ്യ മത്സരം നാളെ നടക്കാനിരിക്കെയാണ് ഇവർക്ക് ഇവരുടെ ടീമിൽ മതിയായ അംഗസംഖ്യയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികൃതർ ഇവർക്ക് അയോഗ്യത ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നാളെ കളിക്കാനാകാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഗെയിംസിലെ ചട്ടങ്ങൾ അനുസരിച്ച് 16 പേരെങ്കിലും ടീമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചട്ടം എന്നും, അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ 13 താരങ്ങൾ മാത്രമാണ് ഛത്തീസ്ഗഡിൽ എത്തിയത് എന്നതുകൊണ്ട് തന്നെ ഈ ടീമിന് മത്സരിക്കാനാകില്ല എന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ടീമിൽ ആദ്യഘട്ടത്തിൽ 16 പേരുണ്ടായിരുന്നെങ്കിലും 3 പേർക്ക് ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്താനായിരുന്നില്ല. തുടർന്നാണ് 13 പേരടങ്ങുന്ന സംഘം ഛത്തീസ്ഗഡിൽ എത്തിയത്. ഇന്നലെ എത്തി മത്സരം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ടീം അംഗങ്ങളുടെ മതിയായ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ കളിക്കാനാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നിരാശയിലാണ് ഈ കുട്ടികൾ ഉള്ളത്. ഈ 13 പേരും ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളാണ്. കേരളത്തിന്റെ തന്നെ ആൺകുട്ടികളുടെ ടീം അതേസമയം 18 പേരടങ്ങുന്ന ടീം അവിടെ മത്സരിക്കാനായി എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മതിയായ ടീം അംഗങ്ങൾ ഇല്ലാതെ മത്സരിക്കാനാകില്ല എന്ന അധികൃതർക്ക്, ഈ ഒപ്പമുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ അറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുത്തത്? അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബൽറാം. ഈ പറയുന്നത് പോലെ 16 പേരാണ് മത്സരിക്കാൻ വേണ്ടത് എങ്കിൽ ഈ ടീം മാനേജ്മെന്റിനും കൂടെയുള്ള അധികൃതർക്കും ഒക്കെ അത് അറിയേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അലംഭാവം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇക്കാര്യത്തിൽ അധികൃതർ തന്നെയാണ് ഇക്കാര്യത്തിൽ എന്താണ് ഇതിന് കാരണം എന്നുള്ള ഒരു വിശദീകരണം നൽകേണ്ടത്. ഈ ഏറെ പ്രതീക്ഷകളോടെ ഖേലോ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിൽ നിന്നും മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഛത്തീസ്ഗഡിലെത്തിയ ഈ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ വലിയ നിരാശയിലായിരിക്കുന്നത്. അവർ എല്ലാ ഒരുക്കങ്ങളും നടത്തി നാളെ ആദ്യ മത്സരത്തിന് ഇറങ്ങാനിരിക്കെയാണ് അവസാന ഘട്ടത്തിൽ മതിയായ ടീം അംഗങ്ങളിൽ മതിയായ എണ്ണമില്ല എന്നുള്ള ഒരു സാങ്കേതിക കാരണം പറഞ്ഞ് ഇവർക്ക് അയോഗ്യതാ ഭീഷണി നേരിടുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഈ കുട്ടികൾ ഉള്ളത്. ഇവർക്ക് മത്സരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. ടീമിൽ അല്ലെങ്കിൽ കളത്തിൽ 11 പേരാണ് ഇറങ്ങേണ്ടത് എന്നിരിക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിബന്ധന 16 പേരെങ്കിലും ചുരുങ്ങിയത് ടീമിൽ വേണമെന്നുള്ള ഒരു നിബന്ധന ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ കുട്ടികൾ ഉന്നയിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നാണ് ഈ കുട്ടികൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും മത്സരം നാളെ രാവിലെ 7 മണിക്കാണ് ഇവരുടെ ആദ്യ മത്സരം, യോഗ്യതാ മത്സരം നടക്കാനിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. യോഗ്യതാ മത്സരത്തിൽ ഇവർക്ക് കളിക്കാനായില്ല എങ്കിൽ ഇത്തവണത്തെ മത്സരം തന്നെ ഇവർക്ക്, ഈ ഖേലോ ഇന്ത്യ മത്സരം തന്നെ ഇവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് പരിഹരിക്കാനായി അടിയന്തര ഇടപെടൽ വേണം എന്നുള്ള ആവശ്യമാണ് ഈ കുട്ടികൾ ഉന്നയിക്കുന്നത്. ബൽറാം, ഈ ടീം മാനേജ്മെന്റുമായോ അല്ലെങ്കിൽ അധികൃതരുമായോ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരിനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന മറ്റോ കാര്യത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ നമുക്കിപ്പോൾ? അമൃത, ഈ ടീം കോച്ചുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ ഒരു ഒഫീഷ്യൽ എന്ന നിലയിൽ കൂടുതൽ ഔപചാരികമായ പ്രതികരണങ്ങൾ നടത്താൻ കഴിയില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ 16 പേരാണ് ടീമിൽ വേണ്ടത് എന്നുള്ളത് നിബന്ധന ഉണ്ട് എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് കളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അറിയിപ്പുണ്ടായിരിക്കുന്നത് എന്നും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സംസാരിച്ചു വരുന്നു, ചർച്ച ചെയ്യുന്നു, മറ്റുള്ളവരും അധികൃതരുമായി സംസാരിക്കുന്നു എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയിലാണ്. കേരളത്തിൽ നിന്നുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന 13 പെൺകുട്ടികളാണ് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഈ ഛത്തീസ്ഗഡിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. റായ്പൂരിൽ ആണ് ഇപ്പോൾ അവർ ഉള്ളത്. അവിടെ ഇന്നലെ എത്തി ഇന്ന് വൈകിട്ട്
മാത്രമാണ് ഈ കുട്ടികളെ ഇവർക്ക് ടീമിൽ 16 പേരില്ലെങ്കിൽ കളിക്കാനാകില്ല എന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെ ഇത്രയും ദൂരം അവിടെ പോയി നാളെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളാണ്. ബൽറാം തുടക്കത്തിൽ പറഞ്ഞല്ലോ 16 പേരുണ്ടായിരുന്നു ടീമിൽ, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 3 പേർക്ക് പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് 13 പേർ പോയതെന്നൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ അധികൃതരെ പറഞ്ഞ് മനസ്സിലാക്കുക അത് എത്രത്തോളം സാധ്യമായിരിക്കും? നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ അവർക്ക് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണം ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 16 പേർ ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു അറിയിപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ 13 പേർ മാത്രമാണ് ഇവരുടെ ടീമിലുള്ളത് എന്ന ഒറ്റ കാരണം, ഒരു സാങ്കേതികമായ കാരണത്തെ തുടർന്ന് ഇവർക്ക് മത്സരിക്കാനാകില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ആർക്കാണ് വീഴ്ച, എവിടെയാണ് പിഴവ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. സാങ്കേതികമായ കാരണമാണ്. മത്സരിക്കാൻ ഈ കുട്ടികൾ സജ്ജരാണ്, ഇവർ മത്സരിക്കാൻ അതിയായ ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത്. ഇത് ഈ സംഭവത്തിൽ ഇവർക്ക് മത്സരിക്കാനുള്ള അവസരമൊരുക്കാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.